കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇടതുപക്ഷ മനസ്സുള്ള മണ്ഡലമാണ് എന്നും വടകര. നിലവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പലിനെ ആ മണ്ഡലം നൽകിയ സ്വീകരണം മറന്നല്ല ഈ വിലയിരുത്തൽ. ആ ജനാവലിയും ഈ ഇടതുപക്ഷത്തിന്റെ തന്നെ ഭാഗമാണ്. മുഖ്യധാര ഇടതുപക്ഷത്തെ വ്യക്തമായി വിലയിരുത്തുന്ന ഒരു ഇടത് അന്തർധാര കടന്നു പോകുന്ന മേഖലയാണ് കടത്തനാടിന്റെ മണ്ണ്. ഇടതുകോട്ടയായ വടകര 2009 CPM-നെ കൈവിട്ടു പോകുന്നതിന് കാരണവും വടകരയിലെ ജനങ്ങൾക്കുള്ള ഇടതു സാക്ഷരത തന്നെയാണെന്ന് പറയാം. ഇത്തവണ ആദ്യം കളത്തിലിറങ്ങിയത് KK ശൈലജയാണ്. കേരളമെമ്പാടും അസാമാന്യ സ്വീകാര്യതയുള്ള വ്യക്തി. 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MLA. എല്ലാം ശാന്തമായി മുന്നോട്ടു പോകുകയായിരുന്നു. വടകരയിൽ രണ്ടാം ഊഴം പ്രതീക്ഷിച്ച് K മുരളീധരൻ ചുവരെഴുത്തുകളും ബാനറുകളുമായി മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഇതിനിടെയാണ് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. മുരളീധരനെ തൃശൂരിലേക്കും ഷാഫി പറമ്പലിനെ വടകരയിലേക്കും നിയോഗിച്ചു. ഇതോടെ വടകരയുടെ ചിത്രം തന്നെ മാറി. ഇടതാശിയും അതിന്റെ സമ്പൂർണതയിൽ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് വടകര. നാടക പ്രവർത്തനവും ഫിലിം സൊസൈറ്റി പ്രവർത്തനവും ഒക്കെ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന കേരളത്തിലെ അപൂർവം സ്ഥലങ്ങളിലൊന്ന്. ഒഡ്സെ സത്യന്റെയും വടകര കൃഷ്ണദാസിന്റെയും VT മുരളിയുടെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെയും KS ബിമലിന്റെയും സുവീരിന്റെയും നാട്. വടകര ടൗൺ ഹാൾ സാംസ്കാരിക പ്രവർത്തകരുടെ താവളമാണ്. ഒരു പുസ്തക പ്രകാശനമോ സിനിമാ പ്രദർശനമോ നാടകോത്സവമോ ഇല്ലാത്ത ഞായറാഴ്ചകളില്ല. ആ പരിപാടികളെല്ലാം നിറഞ്ഞ സദസ്സിലാണ് നടക്കാറുള്ളത്. ഇത്രയധികം കവികളുള്ള മറ്റൊരു നാടുണ്ടോ എന്നറിയില്ല. VT കുമാരൻകുട്ടി മുതൽ TP രാജീവനും വീരാൻകുട്ടിയും കൽപ്പറ്റ നാരായണനും ശിവദാസ് പുറമേരിയും ചിപ്സ പുതുപ്പണവും ജിനേഷ് മടമ്പള്ളിയും നന്ദനൻ മുളമ്പത്തും ബിനീഷ് പുതുപ്പണവും വടകര മണ്ഡലത്തിൽപ്പെട്ടവരാണ്. ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്ന് വടകര കൃഷ്ണദാസിന്റെ പാട്ടുമൂളാത്ത മലയാളികൾ ഉണ്ടാവില്ല. വ്യത്യസ്തതകൾ ഏറെയുള്ള ഭൂപ്രകൃതിയാണ് വടകരയുടേത്. 7 നിയമസഭാ മണ്ഡലങ്ങളുള്ള വടകരയിൽ തീരദേശവും മലയോരവുമെല്ലാം ഉൾപ്പെടും. തലശ്ശേരിയും കൂത്തുപറമ്പും വടകരയും നാദാപുരവും കുറ്റ്യാടിയും പേരാമ്പ്രയും കൊയിലാണ്ടിയും ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം. കടലിനോട് ചേർന്ന് വടകരയും തലശ്ശേരിയും കൊയിലാണ്ടിയും ഒക്കെയുണ്ട്. പേരാമ്പ്രയും കുറ്റ്യാടിയും മലയോരം ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന തലശ്ശേരിയും കൂത്തുപറമ്പും സംശയമേതുമില്ലാതെ ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് പറയാവുന്നത് തന്നെയാണ്. കോഴിക്കോട് ജില്ല നോക്കിയാൽ കൊയിലാണ്ടിയും പേരാമ്പ്രയും ഇതുപോലെ തന്നെ ഇടതുശക്തി കേന്ദ്രങ്ങളാണ്. പക്ഷെ ഇവിടെ പരാമർശിക്കാത്ത 3 സ്ഥലങ്ങളുണ്ട്. അത് വടകരയും നാദാപുരവും കുറ്റ്യാടിയുമാണ്. ഈ 3 മണ്ഡലങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് പ്രവചനം അസാധ്യമാണ്.